അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ടുള്ളൊരു തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടും. ക്യാരറ്റ് ഇങ്ങനെ ഡിസൈനിലൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഒന്ന് കഴിച്ച് നോക്കിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ വെന്ത് വരും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഇതിനു വേണ്ടി 3 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് തേങ്ങയിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റ് പച്ചക്കന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. ഒരു 3 മിനിറ്റ് നേരം വേവിച്ചാൽ മതിയാകും. ഇതൊരു 3 മിനിറ്റ് ആയപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അരക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അരപ്പ് ഇതിൽ കടന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം, പാത്രത്തിലേക്ക് മാറ്റാം. ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.